നമുക്ക് ആദ്യത്തെ വില്ലനെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ യാത്രകളിൽ വാങ്ങി കുടിക്കുന്ന മിനറൽ വാട്ടർ കുപ്പികൾ. അടുത്തിടെ പുറത്തു വന്ന ഒരു പഠനം അനുസരിച്ച് 1 ലിറ്റർ പ്ലാസ്റ്റിക് കുപ്പി വെള്ളത്തിൽ ഏകദേശം 2.5 ലക്ഷത്തോളം മൈക്രോ പ്ലാസ്റ്റിക് തരികളാണ് അടങ്ങിയിരിക്കുന്നത്, നാനോ രൂപത്തിൽ. വാസ്തവത്തിൽ മൈക്രോ പ്ലാസ്റ്റിക് തരികളല്ല, നാനോ പ്ലാസ്റ്റിക് ആണത്. മൈക്രോ പ്ലാസ്റ്റിക്കിനേക്കാൾ വളരെ ചെറുതും മനുഷ്യകോശങ്ങളിലേക്കും രക്തത്തിലേക്കും നേരിട്ട് പ്രവേശിക്കാൻ കഴിയുന്നതുമായവയാണ് നാനോ പ്ലാസ്റ്റിക് എന്ന് മനസ്സിലാക്കിയാൽ ഈ വിഷയത്തിന്റെ ഗൗരവം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് വേഗത്തിൽ പിടികിട്ടും. അത്ര ചെറിയ തരികളായി നമ്മുടെ ഉള്ളിൽ ഇത് പ്രവേശിക്കുന്നു എന്നതിന്റെ തെളിവാണ് നമ്മുടെ ഹൃദയത്തിനുള്ളിലും പ്ലാസന്റയിലും വരെ ഇതിനെ കണ്ടെത്തുവാനുള്ള പ്രധാന കാരണം. പ്രത്യേകിച്ച് ഈ കുപ്പികൾ ചൂടേൽക്കുന്ന രീതിയിൽ വണ്ടികളിലോ കടകളുടെ മുമ്പിലോ ഒക്കെ ഇരിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് തരികൾ വളരെ വേഗത്തിൽ വെള്ളത്തിൽ അലിഞ്ഞു ചേരും. നിങ്ങൾ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ പല കടകളുടെയും വെള്ളം നിറച്ചിരിക്കുന്ന കുപ്പികൾ പുറത്തു വെയിൽ കൊള്ളുന്ന അവസ്ഥയിൽ ഇരിക്കുന്നത് കാണാറില്ലേ? അതുപോലെ തന്നെ ചില വാഹനങ്ങളിൽ ഈ വെള്ളം കൊണ്ടുവന്ന് കണ്ടിട്ടില്ലേ? അട്ടിയടിക്കി വെച്ച് നന്നായി വെയിൽ കൊണ്ട് ഇത്തരം 100 കണക്കിന് കുപ്പികൾ വെയിലും മഴയും കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോഴെല്ലാം സംഭവിക്കുന്നത് ഈ കുപ്പികളുടെ ഉള്ളിലുള്ള വെള്ളത്തിൽ അപകടകരമായ വിധത്തിൽ നാനോ പ്ലാസ്റ്റിക് ഘടകങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടാവും. ചുരുക്കത്തിൽ നമ്മൾ ദാഹം മാറ്റാനായി വാങ്ങി കുടിക്കുന്നത് ശുദ്ധമായ പച്ചവെള്ളമല്ല, മറിച്ച് കെമിക്കലുകൾ നിറഞ്ഞ ഒരു പ്ലാസ്റ്റിക് ലായനി തന്നെയാണ്. രണ്ടാമത്തെ വില്ലൻ ചൂടുള്ള പാഴ്സൽ ഭക്ഷണങ്ങളാണ്. ഇത് നമ്മൾ ചെയ്യുന്നൊരു വലിയ തെറ്റാണ്. ഹോട്ടലുകളിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുകളിലും കപ്പുകളിലും ചൂടോടെ വാങ്ങുന്ന കറികളും ചായയും. ഉയർന്ന ചൂടുള്ള ഭക്ഷണം പ്ലാസ്റ്റിക്കിലേക്ക് വീഴുമ്പോൾ ലീച്ചിങ് എന്ന പ്രക്രിയ നടക്കുകയാണ്. പ്ലാസ്റ്റിക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബിസ്ഫനോൾ, താലേറ്റുകൾ തുടങ്ങിയ മാരക വിഷാംശങ്ങൾ അപ്പോൾ തന്നെ ഈ ഭക്ഷണത്തിലേക്ക് കലരുകയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബോക്സിന്റെ അടപ്പിൽ വെള്ളം വിയർത്ത് ആവി പോലെ നിൽക്കുന്ന പരുവം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ വെള്ളത്തിലും പ്ലാസ്റ്റിക്കിന്റെ തരികളുണ്ടാവും. മൂന്നാമത്തെ വില്ലൻ നോൺ സ്റ്റിക് പാനുകളും അടുക്കളയിലെ പ്ലാസ്റ്റിക്കുമാണ്. നമ്മുടെ അടുക്കളയിലെ നോൺ സ്റ്റിക് പാനുകളിൽ പോറലുകൾ വീഴുമ്പോൾ അതിലെ ടെഫ്ലോൺ കോട്ടിംഗ് ഭക്ഷണത്തിൽ കലരാൻ തുടങ്ങും. ഇതും ഒരുതരം പ്ലാസ്റ്റിക് പോലെ തന്നെയാണ്. അതുപോലെ പച്ചക്കറി മുറിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചോപ്പിംഗ് ബോർഡുകൾ പല വീടുകളിലുണ്ടാവും. ആ ബോർഡുകൾ എടുത്തൊന്ന് നിങ്ങൾ പരിശോധിച്ചാൽ ഇനി പറയുന്നത് മനസ്സിലാവും. കത്തി വെച്ച് നമ്മൾ അതിൽ മുറിക്കുമ്പോൾ പച്ചക്കറിയോടൊപ്പം ലക്ഷക്കണക്കിന് മൈക്രോ പ്ലാസ്റ്റിക് തരികളും കൂടിയാണ് നമ്മളുടെ കറിയോടൊപ്പം നമ്മൾ അരിഞ്ഞെടുക്കുന്നത്, വയറ്റിലേക്ക് ചെല്ലുന്നത്. ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ശരീരത്തിലെത്തിയാൽ എന്താണ് കുഴപ്പം? അതാണല്ലോ ചോദ്യം. നമ്മുടെ ശരീരം ഇതൊരു ഫോറിൻ ഒബ്ജക്റ്റായി കണ്ട് പ്രതിരോധിക്കാനായി ശ്രമിക്കും. ഇത് ശരീരത്തിൽ വിട്ടുമാറാത്ത വീക്കങ്ങൾ, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. കൂടാതെ മനുഷ്യന്റെ ഹോർമോൺ വ്യവസ്ഥയെ ആകപ്പാടെ ഇത് തകിടം മറിക്കും. ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന വന്ധ്യത, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, ഒടുവിൽ ക്യാൻസറിലേക്ക് വരെ നയിക്കുന്ന കോശങ്ങളുടെ മാറ്റങ്ങളുടെ പിന്നിൽ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? പ്രായോഗികമായി പറഞ്ഞാൽ വലിയ പാടാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ അതുപോലെ വന്നു കയറി ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്ലാസ്റ്റിക്. പക്ഷെ നമ്മുടെ ചില ശീലങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. അതിന് ആരുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല. നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം? നമ്മുടെ യാത്രകളിൽ സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ് കുപ്പികളിൽ വെള്ളം കരുതാം, കുഴപ്പമില്ലല്ലോ. ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം വാങ്ങുമ്പോൾ അവർ തരുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒഴിവാക്കിയിട്ട് വീട്ടിൽ നിന്ന് സ്റ്റീൽ പാത്രങ്ങൾ കൊണ്ടുപോകാൻ മടി കാണിക്കാതിരിക്കുക. അല്ലെങ്കിൽ അവർ ചൂടോടെ ഒഴിച്ചു തരുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലോ കൂടുകളിലോ ഒക്കെ നിങ്ങളുടെ ഭക്ഷണ സാധനം നിറച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കേണ്ട ഒരു ദുരവസ്ഥ ഉണ്ടാകും. ഇത് നിങ്ങളെ കൂടുതൽ അപകടത്തിലാക്കും. ഇനി അടുക്കളയിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾക്ക് പകരം ചില്ലു പാത്രങ്ങളിലോ സ്റ്റീൽ പാത്രങ്ങളിലോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. നോൺ സ്റ്റിക് മാറ്റി ഇരുമ്പ് പാത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ മൺപാത്രങ്ങളിലേക്കോ മാറുക. വലിയ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. കാരണം നമ്മൾ ശീലിച്ചു പോയത് വലിയൊരു സൗകര്യപ്രദമായ ഒരു സംവിധാനമാണ്. അത് കളയാൻ എളുപ്പമല്ല. പക്ഷേ എങ്കിലും ആരോഗ്യത്തെ പ്രതി, പുതിയ തലമുറയുടെ ആരോഗ്യത്തെ പ്രതി ചെയ്താൽ നന്നായിരിക്കും.